ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് നടപടി. ആഗസ്റ്റ് 19 വരെയാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, സ്വർണ്ണ കവർച്ചാ കേസിലെ 2 പ്രതികളെയാണ് ഇപ്പോൾ ഈ മാസം 19 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. KP ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി അറസ്റ്റ് ചെയ്യുന്നത് ഈ PS പ്രശാന്തിനെയും അതോടൊപ്പം തന്നെ അജികുമാറിനെയുമാണ്. ഇവരെ രണ്ടുപേരെയും നേരത്തെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. 14 ദിവസം പൂർത്തിയാകുമ്പോൾ ഇന്ന് വീണ്ടും റിമാൻഡ് നീട്ടിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക്, അതായത് ഓഗസ്റ്റ് 19 വരെയാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്യുകയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നടപടിക്രമങ്ങളെല്ലാം തുടർന്നു പോകുന്നത്. ഇതിനിടയിൽ തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതായത് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട 2025 നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു. ദ്വാരപാലക ശില്പപാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ദുരൂഹതയെക്കുറിച്ചുമൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതായത് PS പ്രശാന്തും അജികുമാറിനെയുമാണ് ഇവർ ചോദ്യം ചെയ്തത്. ഇതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞ വിശദീകരിക്കാനും PS പ്രശാന്ത് ശ്രമിച്ചിരുന്നു. അത് നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രചരണം PS പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതികളെ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും റിമാൻഡ് നീട്ടാനാണ് സാധ്യത. ഇരുവരും ജാമ്യ നീക്കം തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും അത്തരത്തിൽ ജാമ്യാപേക്ഷ കോടതി അത് അംഗീകരിക്കുമോ എന്ന് കൂടെ നോക്കണം. അത് തള്ളിക്കളയാനാണ് സാധ്യത. കാരണം മുൻപൊക്കെ തന്നെ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ എല്ലാം കോടതി തള്ളിക്കളഞ്ഞിരുന്നു. 90 ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ജാമ്യം അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പ്രതികളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തും അതോടൊപ്പം തന്നെ അജികുമാറും. ഇവരുടെ നടപടിക്രമങ്ങളാണ് തുടർന്നു വരുന്നത്. ശരി, മനോജാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.